ഹായ് ഹലോ നമസ്കാരം. BNI ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചങ്ങനാശ്ശേരിക്കും തിരുവല്ലയ്ക്കും ഇടയിൽ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ വീക്കെൻഡിലോ അല്ലെങ്കിൽ വീക്ക് ഡേയ്സിലോ പോയി വരാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് നോക്കിയാണോ നിങ്ങൾ? എങ്കിൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലുള്ള കുന്നന്താനത്തുള്ള ദ വില്ലേജ് ക്യാപിറ്റൽ എക്സോട്ടിക് ഫാം ആൻഡ് ചിൽഡ്രൻസ് പാർക്കിലാണ്. വെറും 100 രൂപ എൻട്രി ഫീസിൽ എക്സോട്ടിക് പെറ്റിനെയും പക്ഷികളെയും കാണാനും കുതിരസവാരി ചെയ്യാനും നല്ലൊരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഇടമാണ്. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. ഫ്ലൈ ചെയ്യാൻ പറ്റും. എല്ലാം സെയിം തന്നെയാണ്. പകലല്ല, ഉറക്കക്കാരാണ് അവരിപ്പം. കണ്ടോ, ഇത് ഗ്രീൻ ഇഗ്വാന. അത് ഡാഡി തൊട്ടോളാം. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടും കേട്ടുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവൻ്റെ പേരാണ് മിനിയേച്ചർ പിഞ്ചർ അഥവാ മിൻപിൻ എന്ന് ഇവനെ വിളിക്കപ്പെടും. ഇവൻ തീരെ ചെറുതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിവിടെ ഒരുപാട് മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട്. കുട്ടികൾക്കും മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ് ഇവിടെ. ഇവിടെ വിവിധതരം അപൂർവയിനം പക്ഷികളെയും മൃഗങ്ങളെയും വളർത്തുന്നുണ്ട്. വർണ്ണപ്പുലിമയുള്ള കാഴ്ചകളും ഓമനത്തമുള്ള മൃഗങ്ങളും ഇവിടെ എത്തുന്നവരുടെ മനം കവരും. കുട്ടികളുമായി വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ്. അവർക്കായി ചിൽഡ്രൻസ് പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ പോയത് ഈ കാണുന്ന ബാംബു ട്രീ ഹട്ടിലേക്കാണ്. അപ്പോൾ ഇതിന് മുകളിൽ കയറി നിന്നാൽ നമുക്ക് ഈ ഫാമിൻ്റെ ഒരു 360 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഫാം ഫുള്ള് നമുക്ക് മൊത്തം ഈ ബാംബു ട്രീ ഹട്ടിൻ്റെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ ഇങ്ങനൊരു ഫാം ഉള്ളതൊക്കെ ഒരുപാട് പേർക്കൊന്നും അറിയില്ല. നമ്മൾ തന്നെ വളരെ വൈകിയാണ് അറിഞ്ഞത്. അതുപോലെ തന്നെ ഇവിടെ പല കുട്ടികളെയും സ്കൂളിൽ നിന്നൊക്കെ ഇവിടെ വിസിറ്റിനായിട്ട് ഫീൽഡ് വിസിറ്റിനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ മുയലുകളുണ്ട്, താറാവ്, മീൻകുളം, അതുപോലെ തന്നെ നമുക്ക് ഇരിക്കാനും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലങ്ങൾ, കുതിര സവാരിയൊക്കെ ഉണ്ട്. നമുക്ക് കുതിര സവാരി നടത്താം. അതുപോലെ തന്നെ ഹോഴ്സ് കാർട്ട് റൈഡിംഗ് ഒക്കെ നടത്താം. എമു, ഓസ്ട്രിച്ച്, ഡോങ്കി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഫാമിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് കുതിര സവാരിയും പരമ്പരാഗത രീതിയിലുള്ള കുതിര വണ്ടി യാത്രയും ആസ്വദിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ നടന്ന് ക്ഷീണിച്ചാൽ വിശ്രമിക്കാനും തണുത്ത കാറ്റ് കൊണ്ടിരിക്കാനൊക്കെ പറ്റിയ സ്ഥലങ്ങളും ഉണ്ട് ഇവിടെ. ചെറിയ രീതിയിൽ മീൻ പിടിക്കാനുള്ള സൗകര്യമുണ്ട്. ശരിക്കും മനസ്സിന് വല്ലാത്തൊരു സമാധാനം തരുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. മെയിൻ റോഡിൽ നിന്ന് അല്പം മാറിയായതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല ശാന്തമായ ഒരു അന്തരീക്ഷം. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സമാധാന അന്തരീക്ഷം അനുഭവപ്പെടുന്നുണ്ട്. നല്ല പച്ചപ്പും തണുത്ത കാറ്റും. കുന്നന്താനം എന്ന ഗ്രാമം തന്നെ അതിൻ്റെ പ്രകൃതി ഭംഗിക്ക് പേര് കേട്ടതാണ് കേട്ടോ. അതിനിടയിലേക്കാണ് ഈ മനോഹരമായ ഫാം കൂടി വന്നിരിക്കുന്നത്. കുട്ടികൾക്കും മൃഗങ്ങളെ സ്നേഹിക്കുന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന സ്ഥലമാണിത്. അപ്പോൾ കുട്ടികളുമായി വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ടാണ്. അവർക്കായി ചിൽഡ്രൻസ് പാർക്കും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന ആകർഷണം കുതിരസവാരിയും പരമ്പരാഗത രീതിയിലുള്ള ഹോഴ്സ് കാർട്ട് റൈഡിംഗ് ഒക്കെ പോലെ തന്നെയാണ് എക്സോട്ടിക് പെറ്റ്സ് ആൻഡ് ബേർഡ്സ്. ലവ് ബേർഡ്സ് ഉണ്ട്, പലതരം തത്തകൾ, മുയലുകൾ, അപൂർവീനം മീനുകൾ തുടങ്ങി നല്ലൊരു കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇതൊക്കെ തൊട്ടടുത്ത് കാണാനും അറിയാനും പറ്റുന്ന വലിയൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാനും ഒക്കെ ധാരാളം സ്പോട്ടുകൾ അവരുടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതും വെറും 100 രൂപ ടിക്കറ്റിൽ ഇത്ര വെറൈറ്റി അല്ലെങ്കിൽ ഇത്രയധികം എക്സോട്ടിക് പെറ്റ്സിനെ കാണുന്നതൊക്കെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങൾ തീർച്ചയായിട്ടും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ദ വില്ലേജ് ക്യാപിറ്റൽ കുന്നന്താനം.
ചുമ്മാ തൊട്ടറാക്കിപ്പാ. തൊട്ട ഒന്നും ചെയ്യത്തില്ല. ഇതുണ്ട ഇതുണ്ട തൊട്ടെ കല്ലിട്ട് തൊട്ടെ തൊട്ടറാ. നമുക്കിവിടെ പലതരത്തിലുള്ള അല്ലെങ്കിൽ വിവിധ തരം കോഴികളെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ കണ്ട സ്ഥിതിക്ക് ഇനി അവിടെ വേറെ എന്താണെന്നിങ്ങനെ തപ്പി നടക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു പറ്റിയ ഏരിയ കിട്ടി. നമ്മുടെ കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആക്ടിവിറ്റീസും ഗെയിംസും ചെയ്യാൻ പറ്റിയ സ്ഥലം ഇതാണ്. നമ്മുടെ സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ചും അതുപോലെ തന്നെ ബോൾ ത്രോയിങ് ഗെയിം, എയർ ഹോക്കിയൊക്കെ കളിക്കാൻ പറ്റിയ സ്ഥലമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും മുതിർന്നവർക്കും ഇവിടുത്തെ ആക്ടിവിറ്റീസും ഗെയിംസും ഒക്കെ കളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ നമുക്ക് ഐസ്ക്രീം കഴിക്കാനോ ചായയും കാപ്പിയും കുടിക്കാനോ ഒക്കെ നല്ലൊരു കഫറ്റീരിയയും അവരവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. നമുക്കിതെല്ലാം ഇവിടെ എൻജോയ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു വന്നപ്പോൾ ഈ 2 ആട്ടിൻകുട്ടികളെ കണ്ടു. അങ്ങനെ ഇനി കുറച്ച് നേരം ഈ ആട്ടിൻകുട്ടികളുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാമെന്ന് വിചാരിച്ച് ഇവരുടെ കൂടെ അങ്ങ് കൂടി ഇവരൊപ്പം അങ്ങ് നടന്ന് കുറച്ച് നേരം. എനിക്കിവിടെ എടുത്തു പറയാൻ തോന്നിയൊരു കാര്യം, അല്ലെങ്കിൽ ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, എനിക്കൊരു പ്ലസ് പോയിൻ്റായിട്ട് തോന്നിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ക്ലീൻലിനെസ് ആണ്. ഭയങ്കര ക്ലീനാണ് ഈ ഫാം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം എത്ര ക്ലീൻ ആണെന്നുള്ളത്. സാധാരണ ഇത്തരം ബേർഡ്സും ആനിമൽസും ഒക്കെ ഉള്ളപ്പോൾ നമുക്കറിയാം എത്ര ക്ലീൻ ചെയ്താലും വൃത്തികേടായിട്ടിരിക്കും. പക്ഷേ അവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്ത് ഭയങ്കര ക്ലീനായിട്ടാണ് ഈ ദ വില്ലേജ് ക്യാപിറ്റൽ ഫാം അവർ കൊണ്ട് നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കും ഇത്രയും ബേർഡ്സും ആനിമൽസും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ വൃത്തികേടായിരിക്കും, അത് നമുക്ക് അങ്ങനെയൊക്കെ നമ്മളെല്ലാവരും ചിന്തിക്കും. പക്ഷെ അങ്ങനെയൊന്നുമില്ല, നല്ല ക്ലീനാണ്. അവരെപ്പോഴും അത് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയായിട്ടാണ് ഈ ഫാമിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അങ്ങനെ ഗൈസ് നമ്മളിതേ ഈ കുന്നന്താനത്തെ ദ വില്ലേജ് ക്യാപിറ്റൽ ഫാമിൻ്റെ വിശേഷങ്ങൾ കണ്ടു കഴിഞ്ഞു. ചങ്ങനാശ്ശേരി, തിരുവല്ല, പത്തനംതിട്ട, കോട്ടയം ഭാഗങ്ങളിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവധിക്കാലത്തോ വീക്കെൻഡ്സിലോ വീക്ക് ഡേയ്സിലോ ഒക്കെ ഫാമിലിയായിട്ടും കുട്ടികളായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് സമയം ചിലവഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ സന്ദർശന സമയമൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ രാവിലെ 10 മണി മുതൽ രാത്രി 7 മണി വരെയും, ശനി ഞായർ ദിവസങ്ങളാണ് കുറച്ചും കൂടെ കൂടുതൽ സമയമുണ്ട്. ശനി ഞായർ ദിവസങ്ങളാണെങ്കിൽ രാവിലെ 10 മണി മുതൽ രാത്രി 10 മണി വരെ ആയിരിക്കും ഉള്ളത്. അതുപോലെ തന്നെ നൈറ്റ് സഫാരി ഉണ്ട്, രാത്രി 7 മണി തൊട്ട് രാത്രി 10 മണി വരെ. എൻട്രി ഫീ എന്ന് പറയുന്നത് 100 റുപ്പീസ് ആയിരിക്കും ഒരാൾക്ക്. ഹോഴ്സ് റൈഡിംഗ് ആണെങ്കിൽ എക്സ്ട്രാ 100, ഹോഴ്സ് കാർഡ് റൈഡിംഗ് ആണെങ്കിൽ എക്സ്ട്രാ 200 ആയിരിക്കും. അത് എൻട്രി ഫീ ആയ 100 വരത്തില്ല. ഇത് നമ്മൾ എക്സ്ട്രാ ആയിരിക്കും ഹോഴ്സ് റൈഡിങ്ങിനും ഹോഴ്സ് കാർഡ് റൈഡിങ്ങിനും പേ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണാൻ. ടാറ്റാ, ബൈ ബൈ.